ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ലഞ്ച് സീരീസിൽ ഒരു പുതിയ റെസിപ്പിയാണ് ട്രൈ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു വെജിറ്റേറിയൻ സ്റ്റൈൽ പെപ്പർ ഫ്രൈ ആണ്. കായ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനോടൊപ്പം തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ വാഴയ്ക്ക പെപ്പർ ഫ്രൈന് ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. കായ കുറച്ചൊരു മീഡിയം തിക്നെസ്സിൽ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, വറുത്തിടാനായിട്ട് കടുക്, ഉഴുന്നും പരിപ്പ്, കരിവേപ്പില, ഒരു അര സവാള ചെറുതായി നുറുക്കിയത്, മല്ലിയില ചെറുതായി നുറുക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടിച്ചത്. കുറച്ച് തരിതരിയായിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ വേണ്ടി വരും. എണ്ണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീഡിയം ഫ്ലെയിമിലൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും ഉഴുന്നും പരിപ്പും ചേർക്കാം. കടുക് പൊട്ടി ഉഴുന്നും പരിപ്പ് ഒന്ന് ചുവന്ന് വെക്കണം. കടുക് പൊട്ടി ഉഴുന്നും പരിപ്പ് ചുവന്ന് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കരിവേപ്പില ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ സവാള, ഈ സവാള ഒന്ന് കളറ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. സവാള കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം പോകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കായയുടെ കഷ്ണങ്ങൾ ഇടാം. വെള്ളം നല്ലോണം കളഞ്ഞതിന് ശേഷം വേണം ഇതിടാൻ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. കായയിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് പിടിക്കണം. കായ കഷ്ണങ്ങൾ വേകുന്നവരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ കായ നന്നായിട്ട് വെന്തുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. 2-3 മിനിറ്റ് നേരത്തേക്ക് ഇത് നന്നായി കുക്കായിട്ടുണ്ട്. കുരുമുളകിന് നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം. അപ്പോൾ വാഴക്ക പെപ്പർ ഫ്രൈ റെഡിയായി. അപ്പോൾ വാഴക്ക പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മെഴുക്കുവരട്ടിക്ക് പകരമായിട്ട് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ.